റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ഇന്ന് കണക്കൂർ ആർ സുരേഷ് കുമാർ എഴുതിയ കഥ കേൾക്കാം. മരംകേറി. അവതരിപ്പിക്കുന്നു അശ്വിനി. ഈ മരങ്ങളായ മരങ്ങളൊക്കെ ഭൂമിയിലേക്ക് കുടിയേറി വന്നതാണെന്ന് മനുഷ്യന്മാര് ധരിച്ചു. മനുഷ്യർ മരങ്ങളെ കണ്ട് ഹോ, എന്തൊരു പച്ച എന്നന്തം വിട്ടു. അപ്പോൾ മരങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മരങ്ങളും നിങ്ങൾ മനുഷ്യരും രണ്ടല്ല, നമ്മൾ ഒരമ്മയുടെ മക്കളാണ്. മനുഷ്യരത് സമ്മതിച്ചില്ല. അവർ മഴുവെടുത്ത് മരങ്ങളെ വെട്ടി വീഴ്ത്താൻ തുടങ്ങി. തെറിച്ചു വീണ ഓരോ തരികളും പുതിയ മരങ്ങളായി കിളുത്തു വന്നു. പക്ഷേ മനുഷ്യര് തോൽക്കാൻ തയ്യാറായില്ല. അവര് മരങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ടേയിരുന്നു. എന്നിട്ടും പാവം മരങ്ങള്, അവ മനുഷ്യരോട് ക്ഷമിച്ചു. അത്രയും പറഞ്ഞിട്ട് പുളിമരക്കൊമ്പിൽ കമല ശോകഭാവത്തോടെ ഇരുന്നു. അവളുടെ കൂട്ടുകാരൻ പൃഥു ആ രംഗം സങ്കൽപ്പിച്ചു നോക്കി. മൂടുകീറിയ നിക്കറുമിട്ട് പുളി കടിച്ചു തിന്നുകൊണ്ട് തൊടിയുടെ കാട്ടുകോണിൽ അവള് പറയുന്ന കഥകൾ കേട്ടു നിൽപ്പാണവൻ. ഒരു ജെട്ടി മാത്രമിട്ട് പുളിമരത്തിന്റെ താഴത്തെ ശിഖരത്തിൽ തങ്ങിയിരുന്ന് പുളി തിന്നുകയാണ് കമല. അതിന്റെ രസത്തിൽ അവളുടെ കണ്ണുകൾ ഇറുകുന്നുണ്ട്, ചുണ്ടുകൾ കോടുന്നുണ്ട്. അവളുടെ നെഞ്ചിൻകൂടിനു മീതെ വലിയ മറുകുകൾ പോലുള്ള ഞെട്ടുകളിൽ നോക്കിക്കൊണ്ട് പൃഥു പറഞ്ഞു, ഒക്കെ നിന്റെ നുണക്കഥകളാ കമല. അല്ലടാ, ശരിക്കും മരങ്ങൾ മനുഷ്യരോട് ക്ഷമിക്കുന്നുണ്ട്. കമല മരത്തിൽ നിന്ന് തൂങ്ങിയിറങ്ങി ഉടുപ്പുകൾ ധരിച്ചു. കുന്നിൻ മുകളിലെ മരത്തിൽ കയറാൻ അവൾ ഒരു ദിവസം പദ്ധതിയിട്ടു. കുന്നിൻ നെറുകയിൽ പന്തലിച്ചു നിൽക്കുന്ന ഒരു വയസ്സൻ നാട്ടുമാവുണ്ട്. അവൾക്കൊപ്പം പോകാൻ പൃഥുവും കൂട്ടുകാരും തയ്യാറായി. കുന്നു കയറുന്നതേ പ്രയാസാണ്. പ്രകൃതി കൂർത്ത കല്ലുകൾ പാകിയ ഊക്കൻ ചെരുവിലൂടെ കയറുമ്പോൾ തെന്നി വീഴാം. കുന്നിറമ്പിലെ മുൾച്ചെടികൾ വിരൽ നീട്ടി കുത്തി നോവിക്കാം. എന്നിട്ടും പിന്തിരിയാതെ കമലയും കൂട്ടുകാരും കുന്നു കയറി. അവളായിരുന്നു മുന്നിൽ, പൃഥു ഏറ്റവും പിന്നിലും. കുന്നിൻ ചെരുവിലേക്ക് തെന്നി വീഴുമെന്ന പേടിയോടെയാണ് അവൻ പിന്നിൽ നടന്നത്. കുന്നിൻ നെറുകയിലെ കൂറ്റൻ മാവ് കണ്ടപ്പോൾ കമല പറഞ്ഞു, ഹോ, എന്തു വലിയ മരം. മറ്റാരും തയ്യാറായില്ല. ഉടുപ്പും പാവാടയും ഊരിയിട്ട ശേഷം അവൾ തനിയെ അതിൻ്റെ കവരത്തിൽ അള്ളിപ്പിടിച്ച് കയറി. തത്തിപ്പിടിച്ച് കയറുന്ന വഴി മരം അവളുടെ കാലുകളിലും കൈകളിലും പോറലുകൾ എഴുതിയിട്ടു. എലുമ്പിച്ച ഇളം കറുപ്പ് നെഞ്ചത്ത് നീറ്റലുണ്ടായത് അവൾ ഗൗനിച്ചില്ല. ഇതാണോ ലോകത്തെ ഏറ്റവും വലിയ മരം? ആകാശം തൊട്ടുനിന്ന മരത്തിന്റെ തുഞ്ചത്തിരുന്ന് കമല ഉറക്കി ചോദിച്ചു. അവളുടെ ചോദ്യം കാറ്റിന്റെ മുടിയിഴകളിൽ തൂങ്ങിപ്പറന്നു. മുകളിൽ എന്തൊരു കാറ്റ്! വലിയ പരുന്തുകൾക്കു പോലും പിടിച്ചു നിൽക്കാനാകുന്നില്ല. അവയൊക്കെ കാറ്റിൽ തെന്നിത്തെറിച്ച് റാഗി പറക്കുന്നു. മരത്തുഞ്ചത്തിരുന്ന് അവൾക്കിപ്പോൾ അങ്ങ് ദൂരെയുള്ള കൂനൻ പാറ കാണാം. അതിനപ്പുറത്തുള്ള മൊട്ടക്കുന്നുകളുടെ മങ്ങിയ കാഴ്ചകൾ കാണാം. കമല ഉറക്കെ കൂവി. മറ്റു കുട്ടികൾ താഴെ നിന്ന് കലമ്പി, ഇറങ്ങി വാടി മരംകേറി. അവരിൽ ആരോ ഒച്ചയിട്ടു. കമല ഉറക്കെ ചിരിച്ചതേയുള്ളൂ. കുന്നുംപുറത്ത് നിന്ന് കുട്ടികളിൽ ചിലർ ഉറക്കെ പറഞ്ഞു, മരംകേറി കമല ഒരു അഹങ്കാരി, കണ്ട മരത്തിന്മേലൊക്കെ വലിഞ്ഞു കയറുന്നോള്, അവക്കെന്തിന്റെ സൂക്കേട്. ഒരീസം പൊത്തോന്ന് വീഴട്ടെ, അപ്പ പഠിക്കും, അഹങ്കാരവും തീരും. പക്ഷേ കമല വീണില്ല. അവൾ പുഞ്ചിരിച്ചതേയുള്ളൂ. ഓരോ മരത്തിലും അവൾ അനായാസം പിടിച്ചു കയറി. അല്ലെങ്കിൽ മരങ്ങൾ അവളെ കൈപിടിച്ച് കയറ്റി. വേണമെങ്കിൽ മരങ്ങൾ അവൾക്കായി ചില്ലകൾ താഴ്ത്തിക്കൊടുക്കും. അവൾക്കൊരിക്കലും ക്ഷീണം ഉണ്ടാകാറില്ല, മടുപ്പും ഉണ്ടാകാറില്ല. പൃഥു എല്ലാവരോടും കമലയുടെ കാര്യം ഉത്സാഹത്തോടെ പറയും. അവനതൊക്കെ വലിയ അതിശയങ്ങളായിരുന്നു. ഒരു ചെറിയ കിളിമരത്തിൽ പോലും പൃഥുവിന് കയറാൻ അറിയില്ല. കൈകള് വിറയ്ക്കും, കാലുകൾ വഴുതും, പേടികൊണ്ട് നെഞ്ചു കിടുങ്ങും. കമല പലവട്ടം അവനെ മരംകയറ്റം പഠിപ്പിക്കാൻ നോക്കിയതാണ്. അപ്പോഴൊക്കെ പൃഥു ഭയന്നു പിൻവാങ്ങി. അവൾക്ക് ലേശം ദേഷ്യം വരും. ഞാൻ പിടിക്കില്ലേ, പിന്നെന്തിനാ പേടി? ഞാൻ കയറുന്നില്ലേ, നോക്ക്
എൻ്റെ കൈ നോക്ക്, എങ്ങനെ പിടിക്കണോന്ന് നോക്ക്. അവൾ പറഞ്ഞു പറഞ്ഞു മടുക്കും. എന്നാൽ ഭയവും സങ്കോചവും കലർന്ന് മൃദു ചുരുങ്ങും. കാലിനടിയിൽ നിന്ന് മരം വഴുതുന്നതായി അന്നേരമൊക്കെ അവന് തോന്നും. കുട്ടികൾ കുന്നിറങ്ങാനായി തിടുക്കപ്പെട്ടപ്പോൾ കമല മെല്ലെ നാട്ടുമാവിൽ നിന്ന് താഴെ ഇറങ്ങി. വലിയ മരത്തിൽ കയറുമ്പോ നിനക്കൊട്ടും പേടി തോന്നില്ലേ കമല? പൃഥുവിന്റെ ചോദ്യത്തെ അവൾ ഒരു വെറും പുഞ്ചിരി കൊണ്ട് നേരിട്ടു. മരങ്ങൾ പാവങ്ങളാണെന്നും മനുഷ്യരാണ് അവയെ എപ്പോഴും ഉപദ്രവിക്കുന്നതെന്നും അവൾ പറയും. ഓരോ കാരണങ്ങളും പറഞ്ഞ് ആളുകൾ മരങ്ങളെ മുറിച്ചു കളയുന്നത് അവൾ കണ്ടതാണ്. വെട്ടിവീഴ്ത്തപ്പെടുന്ന മരങ്ങളെ ഓർത്ത് അവൾ സങ്കടപ്പെടും. മരങ്ങളെക്കാൾ വേഗം കമല വളർന്നു, പൃഥു വളർന്നു, മറ്റു കുട്ടികളും വളർന്നു. വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ അമ്മ കമലയോട് പറഞ്ഞു, നീ വലുതായി, ഇനി നീ ഇങ്ങനെ മരം കയറരുത്. എന്താമ്മേ, വളർന്നു കഴിഞ്ഞിട്ട് മരം കയറിയാൽ? അവളുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയില്ല. അവൾ വലുതായത്രേ. പഴയ മട്ടിൽ ഉടുപ്പ് വലിച്ചൂരിയെറിയാൻ ഇനി പറ്റില്ല. പൃഥുവും ഇപ്പോൾ അവൾക്കൊപ്പം കൂടാറില്ല. അവൻ ആൺകുട്ടികൾക്കൊപ്പമാണെപ്പോഴും. കുട്ടികളെല്ലാം പഠനത്തിന്റെ വലിയ തിരക്കുകളിലാണ്. എന്തിനാണെല്ലാവരും ഇങ്ങനെ കുത്തിയിരുന്നു പഠിക്കുന്നത്? കമലയ്ക്ക് മനസ്സിലായില്ല. പഠിച്ചിട്ടും അവരെന്തിന് മരങ്ങളെ, പ്രകൃതിയെ ഉപദ്രവിക്കുന്നുവെന്നൊക്കെ അവൾ സന്ദേഹപ്പെട്ടു. കമലയ്ക്ക് പുസ്തകത്തിലെ പഠിത്തത്തിൽ വലിയ വിശ്വാസം തോന്നിയില്ല. പ്രകൃതിയിൽ നിന്നല്ലേ പഠിക്കേണ്ടത് എന്ന് അവൾ സ്വയം ചോദിച്ചു. അതിനിടെ കമലയൊരു ഭാര്യയായി. പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. കാര്യം അവൾ ശരിക്കു തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവളേക്കാൾ 15 വയസ്സോളം പ്രായമുള്ള ഒരാൾക്കൊപ്പം ഇനി ജീവിക്കണം. അമ്മ അങ്ങനെയാണ് അച്ഛനൊപ്പം ജീവിച്ചത് എന്ന് അവൾക്കറിയാം. കല്യാണ ദിവസം രാത്രി ഭർത്താവ് കമലയോട് ആ ചോദ്യം ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ത്? ഇതേ ചോദ്യമാണത്രേ അമ്മയോട് ആദ്യ രാത്രിയിൽ അച്ഛനും ചോദിച്ചത്. അപ്പോൾ പറയേണ്ട മറുപടിയും അമ്മ അവളെ പഠിപ്പിച്ചിരുന്നു. ഉത്തരം വൈകിയപ്പോൾ ഭർത്താവ് കമലയോട് ചോദ്യം ആവർത്തിച്ചു. എനിക്ക് വലിയൊരു മരത്തിൽ കയറണം, അതിൻ്റെ തുഞ്ചത്തിരുന്ന് കാഴ്ചകൾ കാണണം എന്നു പറയാൻ 100 വട്ടം അവൾ ആഗ്രഹിച്ചു. അപ്പോൾ അയാൾ അവളെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോകണമെന്ന് അവൾ കൊതിച്ചു. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത്. കമല അമ്മയെ പൂർണ്ണമായും അനുസരിച്ചു. അമ്മ പഠിപ്പിച്ച മറുപടി സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, താങ്കൾക്കെന്താണിഷ്ടം? അതുതന്നെ എൻ്റെയും ഇഷ്ടം. അതുകേട്ട് അയാൾ സന്തോഷവാനായി, സംതൃപ്തനായി. അങ്ങനെ കമലയുടെ തുടർജീവിതത്തിൻ്റെ രൂപരേഖ ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടു. ഭർത്താവിനൊപ്പം മഹാനഗരത്തിലേക്ക് വണ്ടി കയറിയപ്പോൾ പിന്നിൽ മാഞ്ഞില്ലാതാകുന്ന കൂനൻ പാറയെയും മരപ്പച്ചകളെയും അവൾ കണ്ടില്ലെന്നു നടിച്ചു. ഉള്ളിലെ മരം കയറി വേരറ്റ് ഉണങ്ങിപ്പോയി. മരങ്ങളുടെ കുടിയേറ്റ കഥ അവൾ മറന്നേപോയി. നഗരം വലിയൊരു മരുപ്പറമ്പാണെന്ന് അവൾക്ക് തോന്നി. നരച്ച വീടുകളും ഉണങ്ങിയ വഴികളുമാണെങ്ങും. ഒന്നിനുമീതെ ഒന്നായി പണിത റോഡുകളും വലിയ മേൽപ്പാലങ്ങളും, ആകാശത്തേക്ക് തുളച്ചു കയറുന്ന കെട്ടിടങ്ങൾ, വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ നിരത്തുകൾ, താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ. മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന വഴിയോരത്തെ ചെറ്റപ്പുരകൾ മുതൽ വലിയ ബംഗ്ലാവുകൾ വരെ അവൾ കണ്ടു. തിരക്കേറിയ ഒരു വഴിയരികിലെ 2 മുറി വീട്ടിലായിരുന്നു ഭർത്താവിനൊപ്പം അവൾ എത്തിയത്. വലിയ നഗരാണ്, പലതരത്തിലുള്ള ആളുകളുണ്ടാകും, എപ്പോഴും സൂക്ഷിക്കണം. ഭർത്താവ് അവൾക്ക് താക്കീത് നൽകി. തനിച്ചായപ്പോൾ ജാലകത്തിലൂടെ അവൾ നഗരത്തെ നോക്കി. എന്തൊരു തിരക്കാണ്! തലങ്ങും വിലങ്ങും പിണഞ്ഞുകിടക്കുന്ന വഴികൾ. പുറത്തിറങ്ങിയാൽ വഴി തെറ്റില്ലേ? ദൂരെ ചില പച്ചകൾ അവൾ കണ്ടു. അവിടെയും ഇവിടെയുമായി മരങ്ങളുണ്ട് എന്ന് അവൾ ആശ്വസിച്ചു. നഗരത്തിലേക്ക് ജീവിതം പറിച്ചു നടപ്പെട്ടപ്പോൾ കമലയുടെ ദുഃഖം മരങ്ങൾക്കു മുന്നിൽ അദൃശ്യമായി തീർക്കപ്പെട്ട മതിലുകളായിരുന്നു. വലുതും ചെറുതുമായ മരങ്ങളൊക്കെ ശ്വാസം അടക്കിപ്പിടിച്ചു നിൽക്കുന്നതായി അവൾക്ക് തോന്നി. ആകെപ്പാടെ ഒരു പരുങ്ങൽ. പൊടിപുരണ്ട ഇലകളുമായി അവ എന്തെല്ലാമോ ഭയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നു. തണലില്ലാത്ത നട്ടുച്ച നേരങ്ങളിലേക്ക് അവ ഒന്നൊന്നായി ഇല്ലാതാകുന്നതും അവൾ അറിഞ്ഞു. റോഡ് വരുമ്പോഴേക്കും പുതിയ കെട്ടിടങ്ങൾ വരുമ്പോഴും മരങ്ങൾ ഒഴിഞ്ഞുകൊടുത്തു. മാളിക വീടുകളുടെ മട്ടുപ്പാവിലും ബാൽക്കണികളിലുമായി നഗരത്തിന്റെ പച്ചകൾ ചുരുങ്ങുന്നത് അവൾ കണ്ടു. കമല മെല്ലെ നഗരവുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. വഴിയരികിലെ തിരക്കിലൂടെ നീന്തി ശീലിക്കാൻ നോക്കി.
പക്ഷേ നഗരം അത്ര പെട്ടെന്നൊന്നും അവൾക്ക് വഴങ്ങിക്കൊടുത്തില്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന തണൽമരങ്ങളെ അവൾ ശ്രദ്ധിച്ചു. ശാഖകൾ കോതി നിർത്തിയ മഴവാടികളും ആൽമരങ്ങളുമാണ് അധികവും. അതിനിടയിൽ ഒറ്റപ്പെട്ടു നിന്ന കൂറ്റൻ നാഗലിംഗമരത്തെ അവൾ കണ്ടു. മരങ്ങളുടെ ദേഹത്ത് ആണിയടിച്ചുറപ്പിച്ച അനേകം പരസ്യപ്പലകകൾ. അവയുടെയെല്ലാം ചുവടുകൾക്കു ചുറ്റും സിമന്റിട്ട് മണ്ണിനെ മറച്ചിരിക്കുന്നു. കാറ്റില്ലാതെ ചലിക്കാതെ നിൽക്കുന്ന മരങ്ങൾ പോലും സിമന്റ് നിർമ്മിതിയാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ദോഷം പറയാനാവില്ല എന്ന് കമല കൗതുകപ്പെട്ടു. ഫ്ളാറ്റിന്റെ ഇടുങ്ങിയ കിടപ്പറയിൽ കിടന്ന് അവൾ കുന്നുകളെ സ്വപ്നം കണ്ടു. കുന്നിന്റെ മുകളിലെ മരങ്ങളുടെ ആടിയുലയുന്ന ചില്ലകളെ സ്വപ്നം കണ്ടു. വലിയൊരു മരത്തിന്റെ തുഞ്ചത്തുനിന്ന് കാൽ തെന്നി താഴേക്ക് പതിക്കുന്ന സ്വപ്നത്തിൽ നിന്ന് അവൾ ചില പാതിരാവുകളിലേക്ക് ഞെട്ടിയുണർന്നു. എന്താണിത്? കമലയുടെ കാലുകൾ തെന്നുകയോ? സ്വപ്നത്തിലെങ്കിലും മരം ചതിക്കുമോ? അടുത്തുകിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്ന ഭർത്താവ് അറിയാതെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. ഇരുൾമറ പറ്റി നടന്നു ചെന്ന് ഒരു കൂറ്റൻ നാഗലിംഗമരത്തിൽ പിടിച്ച് കേറി നോക്കാൻ അവൾ ആഗ്രഹിച്ചു. ഒന്നും അറിയാതെ നല്ല ഉറക്കമാണ് ഭർത്താവ്. അയാളുടെ കുന്നുപോലെ വീർത്ത വലിയ വയറിന്റെ ചലനം നോക്കി അവൾ ഉറക്കമില്ലാതെ കിടന്നു. അവളുടെ ഉറക്കം ഇത്തരത്തിൽ കളങ്കപ്പെടുന്നത് പതിവായി. മുകളിൽ കറങ്ങുന്ന ഫാനിൽ മിഴിയുറപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട് ഉറക്കത്തെ വീണ്ടെടുക്കുമ്പോഴേക്കും നേരം വെളുക്കാറായിട്ടുണ്ടാകും. ആരാണ് ഉറക്കം കെടുത്തുന്നത് എന്ന് അവൾ ആലോചിച്ച് കണ്ടുപിടിച്ചു. ഇനി കുന്നുകളെയും മരങ്ങളെയും സ്വപ്നം കാണില്ല, കമല തീരുമാനിച്ചു. പക്ഷേ സ്വപ്നങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അകറ്റിവിടുമ്പോൾ അവ കൂടുതൽ ഭീകരമായി വീണ്ടും തേടിയെത്തും. നഗരജീവിതം അവളുടെ ആരോഗ്യത്തെ ബാധിച്ചു. ഉറക്കമില്ലായ്മ അവളെ കൂടുതൽ കഷ്ടപ്പെടുത്തി. ശരീരം കൂടുതൽ ചുരുങ്ങി. മെലിഞ്ഞ കൈകാലുകൾ കൂടുതൽ മെലിഞ്ഞു. കഴുത്തു നീണ്ടു. നാട്ടിൽ നിന്ന് വല്ലപ്പോഴും എത്താറുള്ള അമ്മയുടെ സുഖവിവരങ്ങൾക്കുള്ള ഫോൺ വിളികളെ അവൾ പലവിധ നുണകൾ കൊണ്ട് തണുവിച്ചു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തല്ലേ. ഫോണിലൂടെ അമ്മ എപ്പോഴും ഓർമ്മപ്പെടുത്തും. അദ്ദേഹത്തിന് എന്താണ് കുറവെന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ ഉറക്കം തൂങ്ങിയിരിക്കും. മുറിയുടെ കോണിൽ സ്ഥാപിച്ചിരുന്ന ചെറിയ ടെലിവിഷനിൽ ചാനലുകൾ മാറ്റി മാറ്റി വെറുതെ നോക്കിയിരിക്കും. വിരസമായ മനസ്സിനെ നിയന്ത്രിക്കാനാവാത്ത പിടയും. ഭിത്തികളിൽ കാലങ്ങളായി പുരണ്ടുകൂടിയ കറകളിൽ വിചിത്രങ്ങളായ ചിത്രങ്ങളെ അവൾ സങ്കൽപ്പിച്ചെടുത്തു. അജ്ഞരായ ചിത്രകാരന്മാർ വരച്ച രൂപങ്ങളായി ആ ചിത്രങ്ങളെല്ലാം പരിണമിച്ച് അവളെ തുറിച്ചു നോക്കി. 2 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അതിനിടെ നഗരം പല മട്ടിൽ സ്വയം പുതുക്കിക്കൊണ്ടിരുന്നു. കമല പക്ഷേ അവൾക്കു ചുറ്റും അദൃശ്യമായ കാടുകൾ തീർത്തു. അവിടെ പലതരം മരങ്ങൾ പരസ്പരം പുണർന്നു നിന്നു. ജാലകപ്പടിയിൽ ചട്ടികളിൽ നട്ടുനനച്ച ചെറിയ ചെടികളിൽ അവൾ വൻമരങ്ങളെ കണ്ടു. അവയിൽ പുതിയ ഇലകൾ പൊട്ടിമുളച്ചു വരുന്നതിനിടയിൽ ആഹ്ലാദിച്ചു. അവിടെ പൊഴിഞ്ഞു വീഴുന്ന പഴുത്ത ഇലകളെ വിചാരിച്ച് സങ്കടപ്പെട്ടു. അങ്ങനെ ഉറക്കത്തിനും ഉണർവിനുമിടയിൽ എവിടെയോ തങ്ങിക്കിടന്ന കമലയെ തേടി ഒരു വൈകുന്നേരം ഒരാളെത്തി. കതകുമണിയുടെ മുഴക്കം കേട്ട് അവൾ ചെന്നു നോക്കുമ്പോൾ ഒരപരിചിതൻ. ഒന്നും ഓർക്കാതെ കതകു തുറന്നപ്പോഴാണ് പലതരത്തിലുള്ള ആളുകളുണ്ടാകും, സൂക്ഷിക്കണം എന്ന ഭർത്താവിൻ്റെ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നത്. അയാൾ കമലയെ തുറിച്ചു നോക്കി. എന്തു കോലമാണിത് കമല എന്ന് നിലവിളിച്ച് ആഗതൻ ആശ്ചര്യപ്പെട്ടു നിന്നപ്പോൾ അവൾ അമ്പരപ്പിലൂടെ കരണം മറിഞ്ഞ് നാട്ടിൻപുറത്തെ കുന്നിൻ ചെരുവിലെത്തിക്കഴിഞ്ഞു. എന്തൊരു മാറ്റമാണ് പൃഥുവിന്! കമലയുടെ പിന്നിൽ പരുങ്ങി നടന്ന കുട്ടിയിൽ നിന്ന് ഒത്ത ഉയരവും വണ്ണവുമുള്ള ഒരു യുവാവായി അവൻ മാറിയിരിക്കുന്നു. മുഖം വൃത്തിയായി ഷേവ് ചെയ്ത് മീശ കൃത്യമായി വെട്ടിയൊതുക്കിയ സുമുഖൻ. അവൻ്റെ ഒതുങ്ങിയ വയറും അവൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കാതിരുന്നില്ല. ഞാനിവിടെയുണ്ടെന്ന് നീ എങ്ങനെ കണ്ടെത്തി? അവൾ അമ്പരപ്പിൽ നിന്ന് മുക്തയായിട്ടില്ല. അടുത്തിടെ നാട്ടിൽ പോയപ്പോൾ നിന്റെ അമ്മയെ കണ്ടു, വിലാസം കിട്ടി. ഇതേ നഗരത്തിലെ പട്ടാള ക്യാമ്പിലാണത്രേ അവന് ജോലി. ഒരേ നാട്ടുകാർ തമ്മിൽ നാട്ടിൽ നിന്ന് ദൂരെയുള്ള വലിയൊരു നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ഇമ്പം മാത്രമായിരുന്നില്ല അപ്പോൾ അവർക്കിടയിൽ പ്രവർത്തനനിരതമായത്. അതിനേക്കാളൊക്കെ ഏറെ നാട്ടുവഴിയരികിൽ പൂത്ത പൂമരങ്ങളുടെ ചുവട്ടിലൂടെ ഓടിക്കളിച്ച നിർമ്മല ജീവിതത്തിൻ്റെ സ്ഫുരണങ്ങളായിരുന്നു. രണ്ടാളും
ഒപ്പം അലഞ്ഞു നിരങ്ങിയ കാട്ടുമുക്കുകളുടെ ഗന്ധഭേദങ്ങളായിരുന്നു. വഴിക്കെവിടെയോ കൈവിട്ട ജൈവതാളത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു. നിന്റെ ഭർത്താവ് എവിടെ? അവൻ ചോദിച്ചു. മിക്ക ദിവസവും ഓവർ ടൈം ജോലി ചെയ്ത് അയാൾ വൈകിയാണ് വരാറുള്ളത് എന്ന് അവൾ പറഞ്ഞു. അവളുടെ സംഭാഷണത്തിൻ്റെ ടോൺ ശ്രദ്ധിച്ച അവൻ ചോദിച്ചു, നിനക്കിവിടെ സുഖല്ലേ? ഓ, സുഖാണ്. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ നോക്കി കഴിയുന്നു. അവൾ പറഞ്ഞൊപ്പിച്ചു. നാട്ടിലേക്ക് ഇടയിലൊക്കെ പോകാറില്ലേ? നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ കാണാറില്ലേ? നമ്മുടെ കുന്നുകൾ, മരങ്ങൾ ഒക്കെ നീ ഓർക്കാറുണ്ടോ കമല? അവൻ ഓർമ്മകളിൽ ചികഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിപ്പോ എൻ്റെ നാടല്ലല്ലോ, ഇതല്ലേ എൻ്റെ ദേശം. അവനിൽ നിന്ന് പിൻവലിഞ്ഞ അവളുടെ കണ്ണുകൾ ജാലകപ്പടിയിൽ വേരുപിടിച്ചു നിന്ന ഇത്തിരി പച്ചയിൽ കൊളുത്തി. നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് ഏറെ സമയം പോയി. എന്നിട്ടും കമലയുടെ ഭർത്താവ് വന്നില്ല. അവൾ പഴയ കളിക്കൂട്ടുകാരനെ ആഹാരത്തിന് നിർബന്ധിച്ചു. മറ്റൊരിക്കലാകാമെന്ന് വാക്കുകൊടുത്ത് പ്രതു യാത്ര പറഞ്ഞിറങ്ങി. അവൻ പൊയ്ക്കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിനെക്കുറിച്ച് കമലയോർത്തത്. അയാൾ കയറി വന്നിരുന്നെങ്കിൽ പ്രതുവിനെ അവിടെ വെച്ച് കാണുമ്പോൾ എന്തായിരിക്കും അയാളുടെ പ്രതികരണമെന്ന് അവൾ ചിന്തിച്ചു. ടെലിവിഷനിലെ ഓപ്പറകളിൽ കണ്ട രംഗങ്ങൾ അവൾ ഓർത്തു. അവസാനം രാത്രി ഭർത്താവെത്തിയപ്പോൾ പ്രതു വന്ന കാര്യം അയാളോട് പറയേണ്ട എന്ന തീരുമാനത്തിൽ അവൾ എത്തിയിരുന്നു. മറ്റൊരു പകലിൽ പ്രതു വീണ്ടും എത്തി. ഇത്തവണ അവൻ കമലയെ ഫോൺ ചെയ്ത് അറിയിച്ച ശേഷമാണ് വന്നത്. സന്ദർഭവശാൽ അന്നും അവളുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. എന്തുകൊണ്ടൊക്കെയോ അതവൾക്ക് സമാധാനമായി തോന്നി. അവനെ അവൾ ഉത്സാഹത്തോടെ ഊട്ടി. നിന്നെ ഇവിടെ കാണാൻ വരുമ്പോൾ മറ്റൊരു രൂപമായിരുന്നു സത്യത്തിൽ പ്രതീക്ഷിച്ചത്. അവൻ തുറന്നു പറഞ്ഞു. നീയിടുന്ന ചുരിദാർ മാത്രമാണിപ്പോൾ കമല, വസ്ത്രങ്ങൾക്കുള്ളിൽ ശൂന്യത പോലെ. നീയും മാറിയില്ലേ? ആ പഴയ പേടിത്തൊണ്ടൻ ചെക്കനിൽ നിന്ന് അസ്സലൊരു പട്ടാളക്കാരനായി മാറിയില്ലേ? അവൾ ചിരിച്ചു. വന്നിട്ട് കുറച്ചു കാലായില്ലേ? നിനക്ക് ഈ നഗരമൊക്കെ പരിചയമായോ? തീരെയില്ല. അവൾക്ക് അവനോട് നുണ പറയാൻ തോന്നിയില്ല. പ്രതു, നിനക്കറിയോ, ഈ നഗരവാസികൾ ഭൂരിഭാഗവും എന്നെപ്പോലെ ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാകും. അവരുടെയെല്ലാം ഉള്ളിൽ ഗ്രാമത്തെ അടക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ നഗരത്തിൻ്റെ വലിയ ഭാഗവും അടക്കിയൊതുക്കപ്പെട്ട ഗ്രാമങ്ങളാ. അതിൻ്റെ പൊരുൾ പ്രതുവിന് മനസ്സിലായില്ല. വരൂ കമല, ഞാൻ നിന്നെ എനിക്ക് പറ്റുന്നത്ര നഗരം കൊണ്ടുപോയി കാണിക്കാം. അയ്യോ വേണ്ട, അങ്ങ് ദൂരെ കാണുന്ന ആ മരമില്ലേ, അതിൻ്റെ ചുവട് വരെ നീ എന്നെ കൊണ്ടുപോയാൽ മതി. അവൾ ജാലകത്തിലൂടെ പുറത്തേക്ക് ചൂണ്ടി. എവിടെ? കണ്ണുകൾ കൊണ്ട് എത്ര തിരഞ്ഞിട്ടും അവന് അവിടെയെങ്ങും ഒരു മരവും കാണാൻ കഴിഞ്ഞില്ല. കാണുന്നില്ലേ, ഒരു നാഗലിംഗമരം? പ്രതുവിനെ ഉറ്റുനോക്കിക്കൊണ്ട് കമല തുടർന്നു. ചിലപ്പോൾ നിനക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല. പക്ഷേ അവിടെ അങ്ങനെ ഒരു വലിയ മരമുണ്ട്. എന്നാ വാ, നമുക്ക് ആ മരത്തിനടുക്കലേക്ക് പോകാം. ബാല്യകാല സഖിയുടെ ആഗ്രഹം ഉടനടി സാധിക്കേണ്ടതാണെന്ന് ആ പട്ടാളക്കാരന് തോന്നി. ഇപ്പോൾ വേണ്ട, മറ്റൊരിക്കൽ മതി, പാതിരാത്രിയിൽ നഗരം പാതിയുറക്കത്തിലാകുമ്പോൾ. അവൾ ജാലകത്തിലൂടെ ദൂരെ നോക്കി പറഞ്ഞു. പ്രതു അവൾക്ക് നേരെ കരുണയോടെ ചിരിച്ചു. ഭർത്താവ് കമലയോട് ദേഷ്യപ്പെടാറില്ല. അതിന് അവൾ അവസരം കൊടുക്കാറില്ല എന്നതാണ് കുറെ കൂടി ശരി. അയാൾ കമ്പനിയിൽ പോകുന്നു, വരുന്നു. അവൾ കൊടുക്കുന്ന ഭക്ഷണം ചവച്ചിറക്കുന്നു. എന്താണ് അയാൾക്ക് കമ്പനിയിൽ ജോലിയെന്ന് കമല ചിന്തിക്കാറുണ്ട്. മടിച്ചാണെങ്കിലും പലവട്ടം അയാളോടവൾ ചോദിച്ചിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവൾക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല എന്ന മട്ട്. അവൾ വീട്ടിലനുഭവിക്കുന്ന കനത്ത ഏകാന്തതയെക്കുറിച്ച് അയാൾക്ക് ഒരു ചിന്തയുമില്ലേ? നഗരത്തിൽ ഒരു ചെറിയ ജോലി കിട്ടിയിരുന്നെങ്കിലെന്ന് കമല ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അത് സൂചിപ്പിച്ചപ്പോൾ എനിക്കതിഷ്ടല്ല എന്ന് മാത്രം അയാൾ പറഞ്ഞു. നാട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് ആ കാര്യം സൂചിപ്പിച്ചു. അയാൾക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട എന്ന മറുപടിയിൽ കൂടുതൽ അവളും പ്രതീക്ഷിച്ചില്ല. ഭക്ഷണം വേണ്ടത്ര കഴിക്കാത്തതിന് അമ്മ അവളെ കുറ്റപ്പെടുത്തി. നിനക്കെന്തിൻ്റെ കുറവാണ്? എല്ലാ സൗകര്യമുള്ള സ്ഥലം, പൊന്നുപോലൊരു കെട്ടിയോൻ, വെറുതെ ഇരുന്നിട്ട് തിന്നാ പോരെ, എന്നിട്ട് ദേഹത്തിൻ്റെ പഴുതി കണ്ടോ? അമ്മ വേവലാതിപ്പെട്ടു. അവൾ അമ്മയെ സഹതാപത്തോടെ നോക്കി. എപ്പോ നിങ്ങളിങ്ങനെ രണ്ടാളും മതിയോ? മൂന്നാമതൊരാളെക്കുറിച്ച് ചിന്തിക്കണ്ടേ?
എന്ന് അമ്മ പരിഭവപ്പെട്ട് ചോദിച്ചപ്പോൾ ഭർത്താവിന് ഒട്ടും തിരക്കില്ല എന്നു പറഞ്ഞ് കമല അമ്മയുടെ വായടപ്പിച്ചു. വലിയൊരു ഭൂതബംഗ്ലാവ് പോലെ നഗരം അവൾക്കു ചുറ്റും കെട്ടിച്ചമഞ്ഞു നിന്നു. വല്ലപ്പോഴും അതിഥിയായെത്തുന്ന പ്രതു മാത്രമായിരുന്നു ആകെ ആശ്വാസം. സ്വയം അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ച് അവൾ ഒരു ദിവസം പ്രതുവിനോട് പറഞ്ഞു. ഇത്ര വലിയ നഗരത്തിൽ ഒരു മനുഷ്യൻ ഏകാന്തതയോ? അവനത് മനസ്സിലായില്ല. ഒരിക്കലും അടങ്ങാത്ത തിരക്കും ബഹളങ്ങളുമാണ് ബാരക്കിലും വെളിയിലും എപ്പോഴും അവൻ അനുഭവിച്ചത്. പക്ഷേ കമല, നിന്റെ അടുക്കൽ വരുമ്പോൾ എനിക്കല്പം സ്വസ്ഥത തോന്നാറുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഏകാന്തതയുടെ അംശങ്ങൾ ഈ മുറി മുഴുവൻ പടർന്നു കിടപ്പുണ്ട്. അതുകൊണ്ടാവും നിനക്കങ്ങനെ തോന്നുന്നത്. അവൾ ചിരിച്ചു. ഏകാന്തതയിൽ നിന്ന് അവളെ മോചിപ്പിക്കാനുള്ള ഒറ്റമൂലികളൊന്നും അവൻ അറിയില്ല. എങ്കിലും പഴയ കളിക്കൂട്ടുകാരിയെ സഹായിക്കാൻ എന്തു ചെയ്യാനാകുമെന്ന് അവൻ ചിന്തിച്ചു. ഒരു ദിവസം അവൾ അവനോടൊപ്പം നാഗലിംഗ മരത്തിനടുക്കൽ പോയി. മുത്തുമാലകൾ വാരിയണിഞ്ഞ പോലെ ഉരുണ്ട വലിയ കായ്കൾ മരത്തിന്റെ ദേഹത്ത് ഒട്ടിക്കിടക്കുന്നു. ഭംഗിയുള്ള ചുവന്ന വലിയ പൂക്കളും കാണാം. ശാഖകളും ഉപശാഖകളും ആകെക്കൂടെ കെട്ടുപിണഞ്ഞിട്ടുണ്ട്. വക്കുടഞ്ഞ കുറേ ദൈവചിത്രങ്ങൾ അതിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മരച്ചുവട്ടിൽ അവൾ കുറച്ചുനേരം അനക്കമറ്റു നിന്നു. കമല, വരൂ, വീട്ടിലേക്ക് മടങ്ങാം. പ്രതു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. എടാ, നിനക്കതിൽ പിടിച്ചു കയറാൻ കഴിയോ? തീർച്ചയായും. പക്ഷേ ഇതൊരു കുന്നുംപുറമല്ല, തിരക്കുള്ള നഗരാണ്. തിരക്കൊഴിയുമ്പം മതി. കൊള്ളാം. ഈ നഗരത്തിൽ തിരക്കൊഴിയാനോ? ശരി, നോക്കാം, അവൻ പറഞ്ഞു. പക്ഷേ അവൾ എത്രമാത്രം അതാഗ്രഹിക്കുന്നുണ്ടെന്ന് അവളുടെ മുഖം വ്യക്തമാക്കി. ഒരു രാത്രി നഗരം പാതിയുറക്കത്തിലാണ്. കമല മെല്ലെ എഴുന്നേറ്റു. മെത്തയിൽ സുഖനിദ്രയിലാണ്ടുകിടക്കുന്ന ഭർത്താവിനെ അവൾ അല്പനേരം നോക്കി നിന്നു. അതേതോ ഒരപരിചിതനാണെന്ന് പോലും അവൾക്ക് തോന്നി. അവൾ മെല്ലെ പുറത്തിറങ്ങി. വഴിവക്കിൽ പ്രതു കാത്തുനിൽപ്പുണ്ട്. വഴിയിൽ തിരക്കില്ല, എങ്കിലും ആളനക്കമുണ്ട്. ഉറക്കമില്ലാത്ത നഗരത്തിൻ്റെ അനക്കങ്ങൾ. നിരത്തിലൂടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നുണ്ട്. കമല പൃഥുവിനെ നന്ദിയോടെ നോക്കി. അത് നഗരത്തിലെ അവൻ്റെ അവസാന രാത്രിയാണ്. അടുത്ത പ്രഭാതത്തിൽ അവൻ പട്ടാള സംഘത്തിനൊപ്പം നഗരം വിട്ട് രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക് പോകും. അവർ മരത്തിൻ്റെ ചുവട്ടിലെത്തി. ഞാൻ മരത്തിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നീ ഇവിടെ നിൽക്കണ്ട. നിന്റെ ബാരക്കിലേക്ക് മടങ്ങണം. നാളെ നിനക്ക് പോകേണ്ടതല്ലേ? കമല പറഞ്ഞു. അതെന്താ? അവൻ അമ്പരന്നു. പറ്റില്ല, നിന്നെ തിരികെ വീട്ടിലാക്കിയിട്ടേ ഞാൻ മടങ്ങൂ. പൃഥു, ഇതെൻ്റെ അപേക്ഷയാണ്. എനിക്കാ മരത്തുഞ്ചത്ത് തനിച്ചിരിക്കണം, നാളെ പുലരുവോളം, ചിലപ്പോ അതിലേറെ കാലം. അവൻ്റെ 2 കൈകളിലും ബലത്തിൽ പിടിച്ചുകൊണ്ട് അവൾ ആവശ്യപ്പെട്ടു. നഗരത്തിലെ ഇരുട്ടിന് കനം കുറവാണ്. പോരെങ്കിൽ വെളിച്ചം വാരി വിതറുന്ന ധാരാളം തെരുവു വിളക്കുകൾ, പാതിരാവിലും തിളങ്ങുന്ന പരസ്യപ്പലകകൾ. പൃഥുവിന് കമലയുടെ മുഖം വ്യക്തമായി കാണാം. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് കാണാം. മുഖത്ത് ഒരു തേജസ് പരന്നിട്ടുണ്ട്. അവർ നാഗലിംഗ മരത്തിന് ചുവട്ടിലെത്തി. മിന്നുന്ന ചുവന്ന പൂക്കൾ. രാത്രിയിൽ മാത്രം പറക്കാൻ വിധിക്കപ്പെട്ട ചില നിശാശലഭങ്ങൾ മരത്തെ ചുറ്റിപ്പറക്കുന്നു. അവയുടെ ചിറകുകൾക്ക് ഭംഗിയുള്ള നിറങ്ങളില്ല, എങ്കിലും അവയ്ക്കു വേണ്ടി രാത്രികളിൽ വിരിയുന്ന പൂക്കളുണ്ട്. കമല അവനെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് അവൾ കുന്നിൻ മുകളിലേക്കുള്ള കല്ലുവഴികൾ ഓടിക്കേറുന്ന ഒരു കുട്ടിയായെന്ന് പൃഥുവിന് തോന്നി. അവൻ പിന്നാലെ ഓടുന്ന മറ്റൊരു കുട്ടിയും. കമലേ, നീ പണ്ട് ഒരു കഥ പറയുമായിരുന്നു. മരങ്ങൾ ഭൂമിയിലേക്ക് കുടിയേറി വന്ന കഥ. അവൾക്കത് ഓർമ്മ വന്നു. മരങ്ങൾ മനുഷ്യരോട് ക്ഷമിച്ച കഥ. കയറട്ടെ? ചെരുപ്പുകൾ അഴിച്ചെറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. പിന്നെ അവൾ ഉടുപ്പുകൾ ഊരിയെറിഞ്ഞു. പൃഥു നടുക്കത്തോടെ അനക്കമറ്റു നിന്നു. കമലയും മരവും നഗരവും മുന്നിൽ നിന്ന് പൊടുന്നനെ മാഞ്ഞുപോയതുപോലെ. അവൻ തിരികെ ബോധത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നഗ്നയായ പെണ്ണുടൽ മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. ചില്ലകളെ ചവിട്ടി മെതിക്കാതെ ഏറ്റവും മൃദുവായാണ് അവൾ കയറിയത്. കൂർത്ത ചില്ലകൾ അവളെ കുത്തിനോവിച്ചില്ല. നോവിച്ചാലും അവൾ അതൊന്നും അറിയാനിടയില്ല. അത്ര കൃത്യതയോടെ കുടുംബക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകളിൽ കയറുന്ന മട്ടിലായിരുന്നു അവളുടെ പ്രവൃത്തി. മുകളിലെ ഏതോ ഒരു ചില്ലയിൽ അവളെത്തി. രാക്കാറ്റ് ചൂളം കുത്തുന്നു. ആകാശത്ത് ഒരു വിമാനം താഴ്ന്നു പറക്കുന്നു.
പൊടിയും പുകയും കലർന്ന നഗരവായുവിൻ്റെ ഒരു ചുഴി മരത്തിനെ വലം വച്ചെത്തി അവളുടെ നഗ്നമായ ഉടലിൽ ചുംബിച്ചു. കമല അവിടെയൊരു ചില്ലയിൽ അനക്കമറ്റിരുന്നു. താഴെ നിന്ന പൃഥുവിനെ അവൾ മറന്നു. കഴിഞ്ഞുപോയ ജീവിതം അപ്പാടെ മറന്നു. മരച്ചുവട്ടിൽ നിന്ന് കുട്ടികൾ കൈതട്ടി ബഹളമുണ്ടാക്കുന്നത് അവൾ വ്യക്തമായി കേട്ടു. അവർ ഉറക്കെ ആർത്ത് വിളിച്ചു പറയുന്നു, മരങ്കേറി കമലയൊരഹങ്കാരി, ഒരീസം പൊത്തോന്ന് വീഴട്ടെ, അപ്പ പഠിക്കും, അഹങ്കാരം തീരും. പുഞ്ചിരിയോടെ കമല ചില്ലയിലേക്ക് ചാഞ്ഞു. കണ്ണുകൾ പൂട്ടി. മരം അവളെ ചേർത്ത് പിടിച്ചു. കണക്കൂർ ആർ സുരേഷ് കുമാർ എഴുതിയ മരങ്കേറി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.